ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ വാഹന വിപണിയിലെ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സെഗ്മെന്റിനെ കുറിച്ചാണ്. അതായത് 20 ലക്ഷം രൂപയ്ക്ക് താഴെ ബജറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റിയ ഏറ്റവും മികച്ച 10 കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലിസ്റ്റിൽ ആദ്യത്തേത് ഹ്യുണ്ടായ് ക്രെറ്റ ആണ്. മിഡ് സൈസ് SUV സെഗ്മെന്റിലെ രാജാവ് എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. പനോറമിക് സൺറൂഫും ADS ലെവൽ 2 സുരക്ഷാ സംവിധാനങ്ങളും ഇതിന്റെ പ്രത്യേകതയാണ്. പ്രീമിയം ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ക്രെറ്റ ഒരു മികച്ച ചോയ്സാണ്. ഇതിന് തൊട്ടുപിന്നാലെ തന്നെ വരുന്നത് കിയ സെൽറ്റോസ് ആണ്. ഫീച്ചറുകളുടെ കാര്യത്തിൽ സെൽറ്റോസിനെ വെല്ലാൻ ആരുമില്ല. 360 ഡിഗ്രി ക്യാമറയും ബോസ് മ്യൂസിക് സിസ്റ്റവും മികച്ച ഇന്റീരിയറും സെൽറ്റോസിനെ യുവാക്കൾക്കിടയിൽ പ്രിയപ്പെട്ടതാക്കുന്നു. സുരക്ഷയ്ക്കാണ് നിങ്ങൾ മുൻഗണന നൽകുന്നതെങ്കിൽ ടാറ്റ നെക്സോൺ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് സ്വന്തമാക്കിയ നെക്സോൺ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നാണ്. ടാറ്റയുടെ തന്നെ മറ്റൊരു കരുത്തനായ മഹീന്ദ്ര XUV 3XO ആണ് ലിസ്റ്റിലെ 4ാമത്. ഇതിലെ പനോറമിക് സൺറൂഫും പവർഫുൾ ടർബോ എഞ്ചിനും ഈ സെഗ്മെന്റിൽ തന്നെ ആദ്യമാണ്. അടുത്തതായി വരുന്നത് മൈലേജ് പ്രണയികളുടെ പ്രിയപ്പെട്ട മാരുതി സുസുക്കി ഗ്രാൻഡ് വിറ്റേര ആണ്. ഇതിലെ സ്ട്രോങ് ഹൈബ്രിഡ് ടെക്നോളജി ലിറ്ററിന് 27 കിലോമീറ്റർ വരെ മൈലേജ് നൽകും. ഓഫ് റോഡ് യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മഹീന്ദ്ര ഥാർ ഒരു വികാരമാണ്. 20 ലക്ഷത്തിന് താഴെ ഇതിന്റെ RWD വേർഷൻ ഇന്ന് ലഭ്യമാണ്. ലക്ഷറി ഫീൽ ആഗ്രഹിക്കുന്നവർക്കായി ടാറ്റ ഹാരിയർ ബേസ് മോഡലുകൾ ഈ ബജറ്റിൽ നോക്കാവുന്നതാണ്. ഇതിന്റെ റോഡ് പ്രസൻസ് എടുത്തു പറയേണ്ട ഒന്നാണ്. മികച്ച ഡ്രൈവിംഗ് അനുഭവം തേടുന്നവർക്കായി ജർമ്മൻ കരുത്തുമായി വോക്സ്വാഗൺ ടൈഗനും സ്കോഡ കുഷാക്കും നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഇവയുടെ ബിൽഡ് ക്വാളിറ്റിയും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. അവസാനമായി, ഒരു വലിയ കുടുംബത്തിന് സൗകര്യപ്രദമായി യാത്ര ചെയ്യാൻ മാരുതി സുസുക്കി എർട്ടിഗ മികച്ചൊരു ഓപ്ഷനാണ്. കുറഞ്ഞ മെയിൻ്റനൻസ് ചിലവും 7 സീറ്റർ സൗകര്യവുമാണ് ഇതിന്റെ ഹൈലൈറ്റ്. അപ്പോൾ ഈ 10 കാറുകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വാഹനം ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ കാർ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം.